ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് എൻ്റെ മോളാണ് ഇൻട്രോ പറയാറ്. ഇന്ന് അവൾക്ക് സ്കൂളിലൊക്കെ ഒരുപാട് വർക്ക് ഉണ്ട്, അതുകൊണ്ട് ഇന്ന് ഞാനാണ് ഇൻട്രോ പറയണത്. ഇറ്റ്സ് മീ റഹീല ഇബ്രാഹിം. ഇന്ന് നൂഡിൽസാണ് ഉണ്ടാക്കണത്. എല്ലാവരും ഉണ്ടാക്കണത് തന്നെയാണ്, എന്നാൽ ഈ രൂപത്തിലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനായിട്ട് 3 ക്യാരറ്റും 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ക്യാരറ്റും പൊട്ടറ്റോയും കട്ട് ചെയ്യണത് റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്യണത്. വെള്ളം നന്നായി ചൂടാവുമ്പോൾ കട്ട് ചെയ്ത വെജിറ്റബിൾ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം. ഈ വെജിറ്റബിൾക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അധികം ആവാൻ പാടില്ല. നമ്മൾ മസാല ഉണ്ടല്ലോ, നൂഡിൽസ് മസാലയിൽ ഉപ്പുണ്ടാവുമല്ലോ, അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പൊട്ടറ്റോയും ക്യാരറ്റൊക്കെ ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ അതിലേക്ക് പ്ലെയിൻ നൂഡിൽസാണ് ഇട്ട് കൊടുക്കാൻ പോണത്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അധികവും വേണ്ട, അത് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ കൊള്ളാവുന്ന 2 പിടി ഉണ്ടല്ലോ, അത്ര ഇട്ട് കൊടുത്താൽ മതി. പ്ലെയിൻ നൂഡിൽസ് വേവാൻ കുറച്ച് ടൈമുണ്ട്. ഇപ്പിയും മാഗിയൊക്കെ വേവണ പോലെ അത്ര പെട്ടെന്ന് വെന്ത് കിട്ടില്ല. പിന്നെ അത് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ഇപ്പി നൂഡിൽസാണ് ഇട്ട് കൊടുക്കുന്നത്. പ്ലെയിൻ നൂഡിൽസ് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പി മസാലകളുണ്ടല്ലോ, അത് മാഗിയുടെ കമ്പനിയുടെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം പിന്നെ മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായി ഇളക്കിയതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് നൂഡിൽസ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ആവി തട്ടുമ്പോൾ തന്നെ, ഈ വെള്ളം ആവിയും തട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് അത് നൂഡിൽസ് ഇങ്ങനെ വിട്ട് വിട്ട് പോകുന്നുള്ളൂ. നൂഡിൽസൊക്കെ ഇപ്പോൾ നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നൂഡിൽസും വെജിറ്റബിളും പിന്നെ ആ മസാലയും ഒക്കെ കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയൊരു പണിയും കൂടി ഉണ്ട്, നമുക്കതും കൂടെ ചെയ്യാം. ഇനി നമുക്കൊരു ബുൾസൈയാണ് ഉണ്ടാക്കേണ്ടത്. ഒരെണ്ണമല്ല കേട്ടോ, നമ്മളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് ബുൾസൈ ഉണ്ടാക്കാം. ഇപ്പം നമ്മളുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ബുൾസൈ ഉണ്ടാക്കുമ്പോൾ പെപ്പർ പൗഡർ യൂസ് ചെയ്യണ്ട കേട്ടോ. മുട്ടയും നൂഡിൽസും കൂടി ഒരുമിച്ച് വേണം കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമ്മൾക്ക് കിട്ടുള്ളൂ. നൂഡിൽസ് തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, എന്നാലും മുട്ടയും നൂഡിൽസും കൂടി ഇങ്ങനെ ഒരുമിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ പിന്നെ അച്ചാറും നൂഡിൽസും കൂടി കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയില്ലേ, ഫിഷ് കൊണ്ട് അച്ചാർ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ അച്ചാറും ഇതും കൂടെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അച്ചാറും നൂഡിൽസും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.